പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് മോഡൽസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷൻ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ പോകും. ഇന്ന് നമുക്ക് ഈ റെക്കോർഡഡ് വീഡിയോ സെഷനിൽ ഗ്രൂപ്പ് വർക്കിൻ്റെ മോഡൽസ് പഠിക്കാം. മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ഡിസൈനാണ് മോഡൽ എന്ന് പറയുന്നത്. ഒരു മോഡൽ ഈസ് എ കൺസെപ്ച്വൽ ഡിസൈൻ ടു സോൾവ് എ പ്രോബ്ലം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ റിയൽ സിറ്റുവേഷൻ. റിയൽ സിറ്റുവേഷനുള്ള ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു കൺസെപ്ച്വൽ ഡിസൈനാണ് മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മോഡൽസ് പ്രധാനമായിട്ടും ഗ്രൂപ്പ് വർക്കിലുണ്ട്. അതിൽ ഒന്നാമത്തെ മോഡലാണ് സോഷ്യൽ ഗോൾ മോഡൽ, രണ്ടാമത്തെ മോഡലാണ് റെമഡിയൽ മോഡൽ, മൂന്നാമത്തെ മോഡലാണ് റെസിപ്രോക്കൽ മോഡൽ. മൂന്ന് പ്രധാനപ്പെട്ട മോഡൽസാണ്. പിന്നെ കുറേ ഫിലോസഫേഴ്സ്, പല രീതിയിലുള്ള ഫിലോസഫേഴ്സ് പല രീതിയിലാണ് മോഡൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ തന്നെ പറയാം, പ്രധാനപ്പെട്ട ഡിവിഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുക മൂന്ന് പ്രധാനപ്പെട്ട മോഡൽസാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനുള്ളതെന്നാണ്. ഒന്ന് സോഷ്യൽ ഗോൾ മോഡൽ, രണ്ട് റെമഡിയൽ മോഡൽ, മൂന്ന് റെസിപ്രോക്കൽ മോഡൽ. സോഷ്യൽ ഗോൾ മോഡലിൻ്റെ പ്രത്യേകത ഇത് പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രൊവിഷനും, അതായത് ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയും ചില പ്രശ്നങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പോകുമ്പോൾ കാണാം. റെമഡിയൽ മോഡൽ, രണ്ടാമത്തെ റെമഡിയൽ മോഡൽ എന്ന് പറയുന്നത് ഈ ആളുകളെ അതായത് ആളുകളുടെ പ്രശ്നത്തെ പരിഹരിച്ച് അതിനെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസാണ് റെമഡിയൽ മോഡലിൽ ഉണ്ടാവുക. റെമഡീസ്, വി ആർ ഫൈൻഡിങ് ദ റെമഡീസ്, ദാറ്റ് ഈസ് റെമഡിയൽ മോഡൽ. ഒരു ഓൾറെഡി ഒക്കേർഡ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കരകയറുക എന്നുള്ളത് റെമഡി എന്നുള്ളതാണ്. ആ റെമഡിയൽ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് പ്രിഫർ റീസ്റ്റോറേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ. ദീസ് ആർ ദ ടു ഫങ്ഷൻസ് ഇൻ ദ റെമഡിയൽ മോഡൽ. മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് മോഡൽ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ മോഡലാണ്. ഈ രണ്ട് മോഡലിൻ്റെയും ഒരു സങ്കര ഇനമാണെന്ന് വേണമെങ്കിൽ പറയാം റെസിപ്രോക്കൽ മോഡൽ. രണ്ട് മോഡലിൻ്റെയും സങ്കര ഇനം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്താണെന്നുള്ളത്. സോഷ്യൽ ഗോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻ ടു ബ്രിങ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഗെയിൻസ് ഫോർ ദ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പാണ്, അതായത് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യമാണ് അതിൽ പ്രധാനം. അതായത് എന്തെങ്കിലും നേട്ടങ്ങൾ ഗ്രൂപ്പിന് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഗ്രൂപ്പിനെ എത്തിക്കുക എന്നുള്ളത്, അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ബ്രിങ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഗെയിൻസ് ഫോർ ദ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ലൈക്ലി ടു അഡ്രസ് ഇറ്റ് സെൽഫ് to problems within the communities and its practiced in settlement. അവിടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ, അവിടെ വെച്ച് തന്നെ അഡ്രസ്സ് ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ അഡ്രസ്സിങ് സോഷ്യൽ പ്രോബ്ലംസ് അക്കമ്പനിയിങ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അവിടെ ഒരു പ്രധാനമായിട്ട് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക മാത്രമല്ല, അതിലൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും ഗ്രോത്തിനെയും കൊണ്ടുവരിക, ഒരു പരിധിവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യൽ ഗോൾ മോഡലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇനി സോഷ്യൽ ഗോൾ മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് പറയാം. ഇതിവിടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ ബ്രോഡർ സെൻസ് ഓഫ് നോളജബിൾ ആൻഡ് സ്കിൽ സിറ്റിസെൻട്രിക്. അതായത് അവിടെ ആളുകൾക്ക് ഈ പറയുന്ന കൂടുതൽ നോളജും സ്കില്ലും ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് കഴിയുക. അതിൻ്റെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഗോൾ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, നോളജബിളും സ്കിൽഡായിട്ടുള്ള സിറ്റിസൺസിനെ അവിടെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുക, ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഫീച്ചർ, സെൻട്രൽ പ്രോബ്ലം ഡെൽറ്റ് ആർ ദോസ് റിലേറ്റഡ് ടു സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ വാല്യൂ ഓറിയൻറ്റേഷൻ ഇൻ സ്മോൾ ടു. ദാറ്റ് മീൻസ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സോഷ്യൽ വാല്യൂ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സോഷ്യൽ ഓർഡറിനെ അനുസരിച്ചിട്ടുള്ള പ്രോബ്ലം സിറ്റുവേഷൻസ് ആയിരിക്കും അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ദർ ഇസ് നോ ഹൈറാർക്കി ഇൻ സോഷ്യൽ ഗോൾ മോഡൽ. അത് ഇന്ന കാര്യങ്ങളിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. ഹിയർ എവറി ഗ്രൂപ്പ് ഈസ് വ്യൂഡ് ആസ് ഹാവിങ് കപ്പാസിറ്റി ടു ബ്രിങ് ഇൻ എഫക്റ്റീവ് സോഷ്യൽ ചേഞ്ച്. അവിടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും മെച്ചമുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആ ഗ്രൂപ്പിന് പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് സോഷ്യൽ ഗോൾ മോഡലിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അതുപോലെ ദ ഗ്രൂപ്പ് റെസ്പോണ്ട് മെയിൻലി ടു ദ ലോക്കൽ നീഡ്സ് ഓർ ലോക്കൽ ഇഷ്യൂ. അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഗ്രൂപ്പ് ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ ഗോൾ എന്ന് പറയുന്ന സാമൂഹികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. അതാണ് സോഷ്യൽ ഗോൾ മോഡലിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഇൻ സോഷ്യൽ ഗോൾ മോഡൽ, ഇവിടെ നമ്മുടെ റോൾ എന്താണെന്നുണ്ടെങ്കിൽ വർക്കർ വ്യൂഡ് ആസ് എനേബിളർ, അതായത് ഒരു എനേബിളറായിട്ടാണ് അവിടെ പ്രവർത്തിക്കുക. ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഹു ക്യാൻ ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരുവൻ്റെ ആ ഗ്രൂപ്പിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, അവരെ എനേബിൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ സോഷ്യൽ ഗോൾ മോഡലിലൊരു റോൾ എന്ന് പറയുന്നത്. ആൻഡ് വർക്കർ ആസ് എ ഫങ്ഷൻ ഇൻ സ്റ്റിമുലേറ്റിംഗ് ആൻഡ് റീഇൻഫോഴ്സിങ് മോഡ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടൻറ് എൻഹാൻസ് എഫക്റ്റീവ് ടുവേർഡ്സ് എ സോഷ്യൽ ചേഞ്ച്. അവിടെ സാമൂഹ്യപരമായിട്ടൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഗ്രൂപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് വർക്കർ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ലീഡർഷിപ്പ് വർക്കർ ടു ഇൻഡിവിജ്വൽ മെമ്പർ. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിലേക്കും ട്രാൻസ്ഫോം ചെയ്യുക. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണോ അത് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. നെക്സ്റ്റ് ഈസ് അതിൻ്റെ ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ ക്യാൻ ബി എൻഡഡ് ബൈ ഇൻഡിവിജ്വൽ നീഡ്സ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ മോട്ടിവേഷൻ എന്തായിരിക്കും? ഗ്രൂപ്പ് നീഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കില്ല. നമ്മൾ ഗ്രൂപ്പിൽ ചേരുന്നത് എന്തായിരിക്കും? എന്തിനായിരിക്കും? നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിരിക്കും. സോ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ ക്യാൻ ബി എൻഡഡ് ബൈ ഇൻഡിവിജ്വൽ നീഡ്സ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് നീഡ്സ് ഡു നോട്ട് മാച്ച് ഗ്രൂപ്പ് ഗോൾസ്. നമ്മുടെ മെമ്പേഴ്സിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഗോളും മെമ്പേഴ്സിൻ്റെ നീഡ്സും തമ്മിൽ ഒരുമിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ലൈക്ലി ടു ഡിസ്പേഴ്സ്, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാം. ഗ്രൂപ്പ് ഷുഡ് ബി ഏബിൾ ടു ഗീവ് പ്രയോറിറ്റി ടു ദ കമ്മ്യൂണിറ്റി നീഡ്സ്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ പീപ്പിൾ ഹു ഹാസ് മെൻ്റൽ ഇൽനെസ്സസ്. അവിടെ പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും അല്ലേ? ആ പല പ്രശ്നങ്ങളുള്ള ആളുകളുടെ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സോഷ്യൽ ഗോൾ മോഡൽ സാധ്യമാവില്ല എന്നുള്ളതാണ്. അതൊരു കമ്മ്യൂണിറ്റി നീഡിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പ്. സോ അവിടുത്തെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ നീഡിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സാഹചര്യം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ദീസ് ആർ ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് സോഷ്യൽ ഗോൾ മോഡൽ. നെക്സ്റ്റ് റെമഡിയൽ മോഡൽ. റെമഡിയൽ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ക്ലിനിക്കലി ഓറിയൻറ്റഡ് ആണ്. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു, അതിൽ നിന്ന് അവർ കരകയറണം. ദാറ്റ് ഇസ് ക്ലിനിക്കലി ഓറിയൻറ്റഡ് ആണ്. ഫെസിലിറ്റീസ് ഇൻ ദ ഇൻട്രാക്ഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ടു അച്ചീവ് ചേഞ്ച് ഫോർ ദ ഇൻഡിവിജ്വൽ. അവിടെ പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ ചേഞ്ചിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഓരോ മെമ്പേഴ്സിനെയും ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യും, എൻകറേജ് ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുക. ഇൻ്റർവെൻഷൻ ഈസ് റിയലി ഫോക്കസ്ഡ് ആൻഡ് അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ഡിസ്ഫങ്ഷൻ. പ്രധാനമായിട്ടും അവിടെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് റെമഡിയൽ മോഡൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോബ്ലം എന്താണോ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ആൻഡ് വിത്തിൻ ദ ഫുൾ റേഞ്ച് ഓഫ് ദി ഇൻഡിവിജ്വൽസ് റിലേഷൻഷിപ്പ്. സ്വാഭാവികമായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ റെമഡിയൽ മോഡലിൽ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, അതുപോലെ തന്നെ അവൻ്റെ പ്രോബ്ലം എന്താണോ, ഡിസ്ഫങ്ഷൻ എന്താണോ അതിനെ സോൾവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് റെമഡിയൽ മോഡൽ പ്രവർത്തിക്കുന്നത്. സോ ഇറ്റ് ടെൻസ് ടു ബി ക്ലിനിക്കലി ഓറിയൻറ്റഡ്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷൻ. നമുക്കറിയാലോ, ഫോക്കസ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫോക്കസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ഡിസ്ഫങ്ഷൻ ആൻഡ് യൂട്ടിലൈസ് ദ ഗ്രൂപ്പ് ആസ് എ കണ്ടെക്സ്റ്റ് ആൻഡ് മീൻ ഫോർ ഓൾട്ടറിങ് ദ ഡീവിയൻ ബിഹേവിയർ. ആ ഒരു ഡീവിയൻ ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡീവിയൻ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഗ്രൂപ്പിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ദിസ് മോഡൽ ഡീൽസ് വിത്ത് ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആൻഡ് ഓൾസോ ഐസൊലേറ്റഡ് ആൻഡ് ഏലിയനേറ്റഡ് പീപ്പിൾ. സ്വാഭാവികമായിട്ടും സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതിനുള്ളിലേക്ക് റെമഡിയൽ മോഡലിൽ നമ്മൾ കൊണ്ടുവരിക. ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ഇൻഡിവിജ്വൽ നീഡ്സ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഉണ്ടാവും. അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. അതാണ് റെമഡിയൽ മോഡലിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഗ്രൂപ്പ് യൂസ് ഇൻ ദിസ് മോഡൽ ടു ട്രീറ്റ് പ്രോബ്ലംസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. സോ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ മാൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ
ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെമഡിയൽ മോഡൽ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോർ ക്ലിനിക്കൽ because that seeks to help socially maladjusted individual to improve social functioning through guided group experience. through ആണ് കേട്ടോ, ത്രൂ ഗൈഡഡ് ഗ്രൂപ്പ് എക്സ്പീരിയൻസസ്. അങ്ങനെ ആ എക്സ്പീരിയൻസസിലൂടെ സോഷ്യലി മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സഹായിക്കുക എന്നുള്ളതാണ് റെമഡിയൽ മോഡലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഫീച്ചർ ഓഫ് റെമഡിയൽ മോഡൽ ഇസ് റിമൂവിങ് അഡ്വേഴ്സ് കണ്ടീഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ whose behavior disapproved by the society. സൊസൈറ്റി അപ്രൂവ് ചെയ്യാത്ത രീതിയിലുള്ള ബിഹേവിയറുള്ള ആളുകളെ സോഷ്യലി അഡ്വാൻറ്റേജ്ഡ് ആക്കുക, അവർക്ക് ഒരു തരത്തിലും സോഷ്യലി ഫങ്ഷനിങ് ഇൻഡിവിജ്വലാക്കി മാറ്റുക എന്നുള്ളതാണ് റെമഡിയൽ മോഡലിൽ നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യലി. ആൻഡ് ഇവിടെ സോഷ്യൽ വർക്കറിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എങ്ങനെയാണ് ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകേണ്ടത്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് പ്രവർത്തിക്കേണ്ടത് വർക്കർ തന്നെയാണ്. വർക്കർ ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡ്രൈവ്സ്. എങ്ങനെയാണ് ഗ്രൂപ്പിനെ കൊണ്ടുപോകേണ്ടത്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവിടുത്തെ ഡ്രൈവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് അതിനെ കൊണ്ടുപോവുകയും ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഈസ് സിമ്പിൾ ആൻഡ് സ്പോക്സ്മാൻ ട്രൈസ് ടു മെയിൻറ്റെയിൻ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൊസൈറ്റൽ വാല്യൂസിനെ ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത സോഷ്യൽ വർക്കറിൻ്റെ കയ്യിലാണ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കറിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടിവേറ്ററായിട്ടും സ്റ്റിമുലേറ്ററായിട്ടും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും, ഒരു എക്സിക്യൂട്ടീവായിട്ടും ഫെസിലിറ്റേറ്ററായിട്ടും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു റെമഡിയൽ മോഡലിൽ റോൾ ഓഫ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റോളുകളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. നെക്സ്റ്റ് ഈസ് മൂന്നാമത്തെ മോഡലാണ് റെസിപ്രോക്കൽ മോഡൽ. ഞാൻ ആദ്യത്തെ 2 മോഡൽ പറഞ്ഞു, ഒന്ന് സോഷ്യൽ ഗോൾ മോഡൽ, 2 റെമഡിയൽ മോഡൽ, പിന്നെ മൂന്നാമത് റെസിപ്രോക്കൽ മോഡൽ. ഇവിടെ റെസിപ്രോക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിനും സൊസൈറ്റിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് സോഷ്യൽ ഗോൾ മോഡൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ സൊസൈറ്റീനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞ റെമഡിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ റെസിപ്രോക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനും സൊസൈറ്റീനെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീസ് ദ ഇൻഡിവിജ്വൽ ലാർജ്ലി ആസ് എൻ അബ്സ്ട്രാക്ഷൻ ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് ട്രീറ്റഡ് ഓൺലി ഇൻ റിലേഷൻ ടു ദ മെനി സിസ്റ്റംസ് ആൻഡ് സബ് സിസ്റ്റംസ് ഓഫ് വിച്ച് ദേ ആർ എ പാർട്ട്. നമ്മൾ ഇൻഡിവിജ്വലിനെ പഠിക്കണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പല എലമെൻസും, അവൻ ഉൾപ്പെടുന്ന സൊസൈറ്റിയുടെ പല എലമെൻസും സിസ്റ്റംസും സബ് സിസ്റ്റംസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ, ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലത്തെ സോൾവ്, അതായത് ഇൻ്റർ റിലേറ്റഡ് എന്നാണ് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുക. നെക്സ്റ്റ് ഈസ് വ്യൂസ് ദ ഇൻഡിവിജ്വൽ ആസ് ബീയിങ് ക്രിയേറ്റഡ്, ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ദെയർ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ. ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് അല്ല സൊസൈറ്റി ഇൻഡിവിജ്വലും. ആ ഒരു അസംഷനാണ് നമ്മൾ റെസിപ്രോക്കൽ മോഡലിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. സൊസൈറ്റി ഇൻഡിവിജ്വലും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് അഡ്വാൻസസ് ദ ഹെൽപ്പിംഗ് പ്രോസസ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സെർവ് ബോത്ത് ദ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സൊസൈറ്റി. നമുക്ക് സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും, ഇൻഡിവിജ്വലിൻ്റെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ദ റെസിപ്രോക്കൽ മോഡൽ ഓർഗാനിക് ആൻഡ് സിസ്റ്റമാറ്റിക് റിലേഷൻഷിപ്പ് ടു ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സ്വാഭാവികമായിട്ടും ഇത് പറയപ്പെടുന്നത് ഇൻഡിവിജ്വലും സൊസൈറ്റിയും നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ സൊസൈറ്റിയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി അഫക്ട് ദ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സൊസൈറ്റീനെ ദോഷകരമായോ പ്രതികൂലമായോ അനുകൂലമായോ ബാധിക്കാം. ആൻഡ് റേഞ്ച് ഓഫ് സോഷ്യൽ വർക്ക് ക്യാൻ ഇൻക്ലൂഡ് പ്രിവെൻഷൻ ആൻഡ് പ്രൊവിഷൻ ആസ് വെൽ ആസ് റീസ്റ്റോറേഷൻ. 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് റെസിപ്രോക്കൽ മോഡലിൽ ഉണ്ടാവുക. ഒന്ന് പ്രിവെൻഷൻ, പിന്നെ പ്രൊവിഷൻ ആൻഡ് റീസ്റ്റോറേഷൻ. ദ മോസ്റ്റ്